സുകുമാരക്കുറുപ്പിൽ പുലിവാല് പിടിച്ച് ചാനലുകൾ. ചാക്കോ കൊലക്കേസിലെ പ്രതികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട് ചാനൽ യുദ്ധം മുറുകുകയാണ്. ഇന്നലെ സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട ഫയൽ അടയ്ക്കാനായി ക്രൈംബ്രാഞ്ച് ഒരു തീരുമാനമെടുത്തിരുന്നു. അതായത് അജിത ബീഗം ക്രൈംബ്രാഞ്ച് IG ആയി ഏതാണ്ട് 3 മാസം മുൻപ് ചുമതല ഏറ്റെടുത്തപ്പോൾ ഈ ലോങ് പെൻഡിങ് കേസുകൾ എന്തെല്ലാമാണ് എന്ന് അവർ പരിശോധിച്ചു. ആ ഫയലുകളൊക്കെ നോക്കിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സുകുമാരക്കുറുപ്പിന്റെ കേസാണ്. അയാൾ ഇന്റർപോളിന്റെ ലിസ്റ്റിലുള്ള ആളാണ്. നമുക്കറിയാമല്ലോ, ചാക്കോയെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് അയാൾ മുങ്ങുന്നത്. അപ്പോ ആ സുകുമാരക്കുറുപ്പിന്റെ കേസ് അടിയന്തരമായി പരിഗണിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അജിത ബീഗം എത്തിച്ചേർന്നു. 1984 ഫെബ്രുവരി 22-നാണ് സുകുമാരക്കുറുപ്പ് തന്റെ പേരിലുള്ള ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി ഫിലിം റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ചാക്കോയെ ഒരു കാറിൽ, അംബാസഡർ കാറിൽ മാവേലിക്കരയ്ക്കടുത്തുള്ള കുന്നം പാടത്ത് വെച്ച് കത്തിച്ചത്. പിന്നീട് അയാളെ കുറിച്ച് ഒരു വിവരവുമില്ല. 1984 ശേഷം, ചാക്കോയെ കൊന്ന ആ ദിവസത്തിന് ശേഷം പിന്നീട് അയാളെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പോ ഈ അജിത ബീഗം ഈ ഒരു ഫയൽ തുറക്കുകയും സൗത്ത് സെൻട്രൽ സോൺ മേധാവിയായിട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ IG ശ്യാം സുന്ദറിന് ഈ കേസ് അന്വേഷിക്കാൻ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി ശ്യാം സുന്ദർ ഈ കേസ് അന്വേഷിച്ചു, പക്ഷേ എങ്ങും എത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന നിലയിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇരുന്ന ഘട്ടത്തിലാണ് ചാനലുകൾ ചില വാർത്തകൾ പുറത്തുവിട്ടത്. അത് പ്രധാനമായും മാവേലിക്കര SI ആയിരുന്ന ഇപ്പോഴത്തെ റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ, ആലപ്പുഴ സ്വദേശി ആയിട്ടുള്ള അലി അക്ബറിന്റെ ഒരു വെളിപ്പെടുത്തലാണ്. ADGP നിതിൻ അഗർവാൾ തന്നോട് സുകുമാരക്കുറുപ്പിന്റെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2017 ആവശ്യപ്പെട്ടത്. അതിൻ പ്രകാരം താനും മറ്റൊരു ASയുമായ ശ്യാംജിയും ചേർന്നുകൊണ്ട് അന്വേഷിച്ചു. ആ അന്വേഷണത്തിനൊടുവിൽ സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ട് എന്ന് കണ്ടെത്തി. മാത്രമല്ല, അയാൾ മുള്ളിക്കുളങ്ങര എന്ന് പറയുന്ന മാവേലിക്കരയ്ക്കടുത്തുള്ള സ്ഥലത്തെ ഒരു വീട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് അലി അക്ബർ പറയുന്നുണ്ട്. ഇന്ത്യൻ വംശജനായ മലേഷ്യൻ സ്വദേശി എന്ന നിലയിലാണ് അയാൾ ബ്രൂണോയിൽ കഴിയുന്നത്. അപ്പോൾ ബ്രൂണോയിൽ ഇയാൾ ഉണ്ട് എന്ന തരത്തിൽ മാധ്യമങ്ങൾ ഇന്നലെ വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല. കാരണം ഈ അലി അക്ബർ നൽകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചാനലുകൾ അത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഇന്നലെ വാർത്തകൾ പുറത്തുവിട്ടത്. എന്നാൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്, ആ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ, സംപ്രേഷണം ചെയ്തപ്പോൾ തന്നെ അതേക്കുറിച്ച് ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാനായി നിർദ്ദേശം നൽകി. ക്രൈംബ്രാഞ്ച് മേധാവി ADGP വെങ്കിടേഷിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, കേരള പോലീസിന് നേരിട്ട് ബ്രൂണോയിൽ പോയി സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ കഴിയില്ല. അതിന് നിശ്ചിതമായ മാനദണ്ഡങ്ങളും നിയമ നടപടികൾക്കും ഉണ്ട്. ഇന്റർപോളിന്റെ സഹായം തേടുക, ബ്രൂണൈ സർക്കാരിന്റെ സഹായം തേടുക, അങ്ങനെ കുറെ അധികം ഫോർമാലിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ പോയി അന്വേഷണം നടത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ആ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇന്നലെ ചാനലുകൾ കാണിച്ച ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ യഥാർത്ഥത്തിൽ സുകുമാരക്കുറുപ്പിൻ്റെതല്ല എന്നാണ് ഇപ്പോൾ ചാനലുകൾ പുറത്തു ഇടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. അതായത് ഇന്നലെ മുഴുവൻ കത്തി നിന്നിരുന്ന, ചാനൽ സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്ന ആൾ സുകുമാരക്കുറുപ്പല്ല, മറിച്ച് തൃശൂർ കരിപ്പത്ര സ്വദേശി മൂർക്കനാട്ട് വീട്ടിൽ ദാമോദര മേനോനാണ് ആ കാണുന്ന ഫോട്ടോയിലുള്ള ആളെന്നാണ് ഇപ്പോൾ ചാനലുകൾ പുറത്തുവിടുന്ന മറ്റൊരു വിവരം. ഈ ദാമോദര മേനോൻ 9 വർഷമായി നാട്ടിൽ വന്നിട്ട്, അദ്ദേഹം 30 വർഷം മുൻപ് ഇവിടുന്ന് പോയതാണ്. അദ്ദേഹം മലേഷ്യയിലാണ് ഉള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള ഏക സഹോദരനായിട്ടുള്ള സുരേന്ദ്രൻ പറയുന്നത്. ഈ പറയുന്ന ദാമോദര മേനോൻ ബ്രൂണയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നത്. കാരണം അദ്ദേഹം 30 വർഷം മുൻപ് ഇവിടുന്ന് പോയ ആളാണ്. പിന്നീട് അദ്ദേഹം മലേഷ്യയിലേക്കാണ് പോയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബന്ധുക്കൾ അത്തരത്തിലാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ബ്രൂണയിലാണെന്നാണ് വീട്ടുകാർ സ്ഥിരീകരിക്കുന്നത്. പക്ഷേ വീട്ടുകാരുമായി അങ്ങനെ അടുത്ത ബന്ധം ഇപ്പോൾ അദ്ദേഹം പുലർത്തുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഈ സുകുമാരക്കുറുപ്പിന്റെ പേരിൽ പ്രചരിക്കുന്നത് എന്നാണ് ദാമോദര മേനോന്റെ വീട്ടുകാർ നൽകുന്ന സ്ഥിരീകരണം. അത് ഒരു കാരണവശാലും കുറുപ്പല്ല, മറിച്ച്
തങ്ങളുടെ ബന്ധുവായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഈ പറയുന്ന ദാമോദര മേനോൻ എന്നാണ് സഹോദരൻ സുരേന്ദ്ര മേനോൻ പറയുന്ന ഒരു കാര്യം. ഏതായാലും ഈ കുറുപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ ചാനലുകൾ പരസ്പര യുദ്ധത്തിലാണ്. കുറുപ്പിനെ കണ്ടു എന്ന് പറയുന്ന ചാനലുകൾ പറയുന്നത് ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾക്ക് ഇതിൻ്റെ തെളിവുകളെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് പക്ഷേ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് അന്യനാട്ടിൽ പോയി കുറുപ്പിനെ പിടിക്കാൻ പറ്റുന്നില്ല, അത് ചെയ്യേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ്, അതുകൊണ്ട് ഈ ഗോൾഡൻ അവർ പാഴാക്കാതെ എത്രയും വേഗം അവിടേക്ക് എത്തി കുറുപ്പിനെ പിടികൂടുക എന്നുള്ളതാണ് ഈ ചാനലുകൾ പറയുന്നത്. കുറുപ്പിനെ കണ്ടു അല്ലെങ്കിൽ കുറുപ്പിനെ അവിടെ ബ്രൂണോയിലുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ചാനലുകൾ പറയുന്ന ഒരു കാര്യം. എന്നാൽ അതിനെ എതിർക്കുന്നവർ പറയുന്നത് ഇത് കുറുപ്പൊന്നുമല്ല, മറിച്ച് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ദാമോദര മേനോന്റെ ചിത്രമാണ്. അപ്പോൾ ഇത് ഒരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ കുറുപ്പിനെ കാണാതായത് മുതൽ നിരവധി കേസുകളാണ് ഈ പോലീസിന് ഇത്തരത്തിൽ ലഭിച്ചത്. അപ്പോൾ അന്ന് കേസ് അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത് ഈ ഊമക്കത്ത് വഴിയായിരുന്നു അന്ന് ഈ പോലീസിന് തലവേദന ഉണ്ടാക്കിയത്. കുറുപ്പിനെ അവിടെ കണ്ടു, കുറുപ്പിനെ ഇവിടെ കണ്ടു, കുറുപ്പിനെ മറ്റിടത്ത് കണ്ടു, മറിച്ചിടത്ത് കണ്ടു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആസാമിലെ ഒരു വൈക്കം സ്വദേശിയുടെ ഒരു സ്ഥിരീകരണമാണ്. അപ്പോൾ അവിടെ കേരള പോലീസ് അവിടെ പോയി വൈക്കം സ്വദേശിയെ കണ്ടെത്താനായി അസാമിലേക്ക് പോയി. അവിടെ ചെന്ന് ഇയാളെ പിടികൂടിയതിന് ശേഷം ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ വൈക്കം ക്ഷേത്രത്തിന് പിന്നിലുള്ള വീട്ടിലെ ഒരാളാണ്. അപ്പോൾ അയാൾ അവിടെ സ്റ്റേഷനിൽ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഈ അന്നത്തെ കാലത്ത്, അതായത് 84 ശേഷം ഈ പരസ്പരം പകയുള്ളവർ പണി കൊടുക്കുന്ന ഒരു ഇടപാടാണ് ഈ കുറുപ്പിന്റെ പേരിലുള്ള ഊമക്കത്ത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ആ പഴയകാല പോലീസുകാർ പറയുന്നത്. അപ്പോൾ ഇത് പോലീസിന് സ്ഥിരം തലവേദനയായി. ഈ ഊമക്കത്ത് അനുസരിച്ച് ഒരുപക്ഷെ ശരിയായിരിക്കാം, അപ്പോൾ അല്ലെങ്കിൽ തെറ്റായിരിക്കാം. ഒരുപക്ഷെ ശരിയാണെങ്കിലോ എന്ന് കരുതി പോലീസ് അവിടേക്ക് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ ഊമക്കത്ത് എഴുതിയവന്റെ അയൽക്കാരനായിരിക്കും ഈ കുറുപ്പെന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പരസ്പരം വ്യക്തിപരമായിട്ടുള്ള പക വീട്ടാൻ വേണ്ടി സ്ഥിരമായി ഊമക്കത്തുകൾ പോലീസിൽ ലഭിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലെ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് കരുതിയത് ഈ ഒരൊറ്റ കേസിലാണ്. വൈക്കം സ്വദേശി അസാമിൽ അവിടെ കഴിയുന്നു, സുകുമാരക്കുറുപ്പിന്റെ രൂപസാദൃശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന പേരിൽ പോലീസിന് ഒരു ഊമക്കത്ത് വന്നു. അതിന്റെ പേരിൽ അവിടെ പോയി അന്വേഷിക്കുകയും അത് സുകുമാരക്കുറുപ്പല്ല എന്ന് തെളിയുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യ വളരെ വലിയ രീതിയിൽ പുരോഗമിച്ച സ്ഥിതിക്ക് കുറുപ്പിനെ കുറിച്ചുള്ള എന്ത് കാര്യവും വലിയ രീതിയിൽ വാർത്തയാകും. ഇപ്പോൾ ഉദാഹരണമായി ഈ വൈക്കത്തെ കേസ് തന്നെ നമുക്ക് എടുക്കാം. ആസാമിലേക്ക് പോലീസ് പോയി, അപ്പോഴേക്കും ഈ ചാനൽ വലിയ രീതിയിൽ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കും. ആസാമിൽ കുറുപ്പുണ്ട്, കുറുപ്പിനെ തേടി പോലീസ് അവിടേക്ക് പോകുന്നു, ഇതാ പിടിക്കുന്നു, അയാളുടെ ഫോട്ടോ കാണിക്കുന്നു, മാറി വരുന്നു. അപ്പോൾ അന്നത്തെ സാങ്കേതിക വിദ്യ മാത്രമല്ല ഇത്രയും ടെലിവിഷൻ മത്സരവും അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഈ ടെലിവിഷൻ മത്സരം കൂടിയതോടുകൂടി ടാം റേറ്റിംഗിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ അന്ന് ഈ പറയുന്നത് പോലെ പോലീസ് അന്വേഷണത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞിരുന്നുവെങ്കിൽ സമാനമായ നില അന്നും ഉണ്ടാകുമായിരുന്നു. ചാനലുകൾ തമ്മിൽ പരസ്പരം ഇത്തരത്തിൽ സുകുമാരക്കുറുപ്പ് ആണെന്ന് ഒരു ചാനൽ പറയുന്നു, അല്ല എന്നുള്ള ചാനൽ പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ ചാനൽ മത്സരത്തിന്റെ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു കളി എന്നതാണോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏതായാലും ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അക്കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നുള്ളൂ. ഏതായാലും ഇപ്പോൾ ചാനലുകൾ തമ്മിൽ പരസ്പരം യുദ്ധത്തിലാണ്. ഒരു വിഭാഗം പറയുന്നു ഇത് സുകുമാരക്കുറുപ്പ് തന്നെയാണ് എന്ന്, മറ്റൊരു വിഭാഗം പറയുന്നത് സുകുമാരക്കുറുപ്പല്ല, തൃശ്ശൂർ കരിപ്പത്ര സ്വദേശിയായിട്ടുള്ള ദാമോദര മേനോനാണ്. അങ്ങനെ പുതിയ ട്വിസ്റ്റുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ചാനലുകളുടെ പുറകെ പോകാതെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ പറയുന്നത് ഇത് അഭ്യൂഹങ്ങളൊക്കെയാണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ശ്രീ സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ഉണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന. ഞാനും വാർത്തകളൊക്കെ വായിച്ചു, നിങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസാണ്. ഇതൊരു LP കേസാണ്, ലോൺ പെൻഡിങ് കേസാണ്. അപ്പോൾ ഞാൻ ADGP ക്രൈംബ്രാഞ്ച് ശ്രീ വെങ്കടേഷിനോട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനായി പറഞ്ഞിട്ടുണ്ട്. അത് കേരള പോലീസ് ഇന്റർപോളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ നമുക്കുള്ള അഭ്യൂഹങ്ങളാണ് ഉള്ളത്, ഇത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇതിൻ്റെ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നോട് വളരെ പ്രധാനപ്പെട്ട ചില പത്രപ്രവർത്തകരും എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ എന്നാലും ഇതിനെപ്പറ്റി ഒരു നിജസ്ഥിതി നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ADGP ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള ADGP ശ്രീ വെങ്കടേഷിനോട് ഇന്നലെ തന്നെ
വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കാം. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള അലി അക്ബറിന്റെ റിപ്പോർട്ട് പോയിട്ട് എന്നുള്ള ആരോപണം മുൻപ് വന്നിരുന്നു. അതിൽ ഇത് വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തെ സംഭവമാണ്. 40 വർഷമായി, 40 വർഷത്തോളമായി. ഇതെന്ത് പൂഴ്ത്താനാണുള്ളത്? ഏതായാലും അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിലുള്ള വസ്തുതകൾ പുറത്തു വരട്ടെ. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഏതായാലും നിങ്ങൾ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ADGP വെങ്കടേഷിന് ഇതിനെ കുറിച്ചുള്ള ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ഈ ബ്രൂണയിൽ കാണുന്ന ആൾ തന്നെയാണോ ഈ സുകുമാരക്കുറുപ്പ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ക്രൈംബ്രാഞ്ച് ചുമതലയുള്ള വെങ്കടേഷിനോട് പറഞ്ഞിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിയായിട്ടുള്ള വെങ്കടേഷിനോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, അതാണല്ലോ ഒഫീഷ്യൽ. അല്ലാതെ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുന്നതെല്ലാം ആധികാരികമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ പോലീസ് പറയട്ടെ ഇക്കാര്യത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത്. അതുവരെ നമുക്ക് കാത്തിരിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.